കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നമുക്കറിയാം അവിടെയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 13 നിയമസഭാ മണ്ഡലങ്ങളാണ്. ആ 13 നിയമസഭാ മണ്ഡലങ്ങളിലായിട്ട് ഏതാണ്ട് 26,57,000 വരുന്ന വോട്ടർമാരാണ് ഉള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിലാണ് UDF വിജയിച്ചത്, വടകരയിലും കൊടുവള്ളിയിലും. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും LDFൻ്റെ വിജയമായിരുന്നു. വടകര എന്ന് പറയുന്ന മണ്ഡലം 1957 മുതൽ പ്രാബല്യത്തിൽ വന്ന മണ്ഡലമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ജനതാദളിലെ നേതാക്കന്മാർ ഇവരൊക്കെ ആയിരുന്നു ആ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ജയിച്ചത്. ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജനതാദളിൻ്റെ നേതാവായിരുന്ന K. ചന്ദ്രശേഖരനാണ്. 1977 മുതൽ 5 തവണയാണ്, 91 വരെ 5 തവണയാണ് അദ്ദേഹം വിജയിക്കുന്നത്. 2021 അവിടെ വടകര സീറ്റിൽ രാഷ്ട്രീയമായിട്ട് വലിയ മാറ്റം ഉണ്ടാകുന്നത്. വടകര സീറ്റ് LDFന് വേണ്ടി മത്സരിച്ചത് മനിയത്ത് ചന്ദ്രൻ, LJD നേതാവ്, LJDയുടെ ജനതാദളിൻ്റെ നേതാവ് മനിയത്ത് ചന്ദ്രനായിരുന്നു. അവിടെ പ്രാദേശികമായിട്ട് CPMൽ നിന്ന് പുറത്തു പോയിട്ടുള്ള പ്രാദേശിക പാർട്ടിയായിട്ട് രൂപീകരിച്ച RMPയുടെ നേതാവ് KK രമയാണ് അന്ന് UDF പിന്തുണ പ്രഖ്യാപിച്ചത്. അതിന് മുകളിൽ 2021 KK രമക്ക് 65,093 വോട്ടും മനിയത്ത് ചന്ദ്രന് 57,602 വോട്ടും ലഭിക്കുകയാണ്. KK രമക്ക് ഏതാണ്ട് 7,491 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുകയാണ്. അങ്ങനെ വടകര മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി 2021 KK രമയിൽ കൂടി RMPയിൽ കൂടി ലഭിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് വടകരയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 2026 ശ്രേയംസ് കുമാർ നയിക്കുന്ന ജനതാദളിൻ്റെ നേതാവ് MK ഭാസ്കരൻ, ഒരു തലമുതിർന്ന ആ പ്രദേശത്തെ ഒരു നേതാവാണ്, സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു. MK ഭാസ്കരൻ KK രമയുമായിട്ട് ഉള്ള മത്സരമാണ് 2026 നടക്കാൻ പോകുന്നത്. KK രമ കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിച്ച് മണ്ഡലത്തിൽ വളരെ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ വടകര മണ്ഡലം എന്ന് പറയുന്നത് കാലാകാലങ്ങളെടുത്തു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വലിയ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു. ആ മണ്ഡലമാണ് കൈവിട്ടുപോയത്. അത് KK രമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള എല്ലാവിധ ശ്രമവുമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഏതായാലും അല്പം അടിച്ച് സ്വാഭാവികമായും ജനപ്രതിനിധി എന്ന രൂപത്തിൽ KK രമക്ക് അവിടെ ഉണ്ട്. മത്സരം കടുത്തതായിരിക്കും. 2026 തെരഞ്ഞെടുപ്പ് ഫലത്തിൽ UDFന് സീറ്റ് നിലനിർത്താനാവും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ MK ഭാസ്കരനെ കൂടി വലിയ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ഇടതുപക്ഷവും ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കുറ്റ്യാടിയാണ്. കുറ്റ്യാടി മണ്ഡലം രൂപീകരിച്ചത് 2011 മുതലാണ്. അത് 2008 ഡീലിമിറ്റേഷന് ശേഷമാണ് കുറ്റ്യാടി മണ്ഡലം ഉണ്ടായത്. അതിനു മുമ്പ് കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മേപ്പയൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. മേപ്പയൂർ മണ്ഡലം ഇല്ലാതാവുകയും കുറ്റ്യാടി മണ്ഡലം രൂപീകരിക്കുകയാണ് ചെയ്തത്. മേപ്പയൂർ മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള, കർഷക പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. കർഷക പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ടുള്ള A. കണാരനായിരുന്നു തുടർച്ചയായി 14 വർഷം മേപ്പയൂർ വിജയിച്ചിരുന്നത്. മത്തായി ചാക്കോവും KK ലതികയും അവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗും ചില ഘട്ടങ്ങളിൽ AV അബ്ദുറഹിമാൻ സാഹിബും P. കുഞ്ഞുമുഹമ്മദും അവിടുന്ന് വിജയിച്ചവരാണ്. ആ രൂപത്തിൽ ഒരു മേപ്പയൂർ മണ്ഡലം ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഏറ്റവും ആഭിമുഖ്യമുള്ള മണ്ഡലമാണ്. ആ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുറ്റ്യാടി മണ്ഡലം 2011 രൂപീകരിക്കുന്നത്. 2011 കുറ്റ്യാടിയിൽ നിന്നും ജയിച്ചത് KK ലതികയാണ്. 2016 ജയിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പാറക്കൽ അബ്ദുള്ളയാണ്. 2021 CPM സ്ഥാനാർത്ഥിയായ KP കുഞ്ഞമ്മദ് കുട്ടി പാറക്കൽ അബ്ദുള്ളയെ നേരിയ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തുന്നത്. ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു മണ്ഡലങ്ങളുടെ കൂട്ടത്തിലാണ് കുറ്റ്യാടി ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടി എന്ന് പറയുന്നത് 2 മുന്നണിയെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ KP കുഞ്ഞമ്മദ് കുട്ടി ആയിട്ടുള്ള കഴിഞ്ഞ ജനപ്രതിയായിട്ടുള്ള KP കുഞ്ഞമ്മദ് കുട്ടി രംഗത്തിറക്കിക്കൊണ്ട് ഈ വർഷം മണ്ഡലം നിലനിർത്താൻ പറ്റുമെന്ന് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നു. ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് കഴിഞ്ഞ കുറി
പരാജയപ്പെട്ട പാറക്കൽ അബ്ദുള്ളയെ തന്നെ ഈ പ്രാവശ്യവും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കിക്കൊണ്ട് മണ്ഡലം അവർക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന് UDFും പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് കുറ്റ്യാടി. പിന്നീടൊരു മണ്ഡലമാണ് നാദാപുരം. 1957 രൂപീകരിച്ചതാണ്. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള മണ്ഡലമാണ്. 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ CH കണാലിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് CH കണാലിനാണ് വിജയിച്ചത്. 1967-60കൾക്ക് ശേഷം പിന്നെ അവിടെ മുസ്ലിം ലീഗിൻ്റെ ഹമീദ് അലി ഷംനാട് വിജയിക്കുന്നുണ്ട്, CPMൻ്റെ EV കുമാരൻ ജയിക്കുന്നുണ്ട്. പിന്നീട് CPIയുടെ ഒരു വിജയമാണ് അവിടെ കാണുന്നത്. കാന്തലോട്ട് കുഞ്ഞമ്പു, KT കണ്ണൻ, സത്യൻ മൊകേരി, ബിനോയ് വിശ്വം ഇവരൊക്കെ നാദാപുരത്ത് നിന്ന് ജയിച്ചു വന്ന ഇടതുപക്ഷ നേതാക്കന്മാരാണ്. 2011 മുതൽ അവിടെ വിജയിക്കുന്നത് EK വിജയനാണ്, CPIയുടെ EK വിജയനാണ്. 2021 കോൺഗ്രസിലെ K പ്രവീൺകുമാറിനെ 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് EK വിജയൻ അവിടെ പരാജയപ്പെടുത്തിയത്. ഈ നാദാപുരം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അവസാനമായ തെരഞ്ഞെടുപ്പിൽ 4000-ഓളം വരുന്ന ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ഈ ഒരു ട്രെൻഡ് വിലയിരുത്തിക്കൊണ്ടാണ് UDF ഒരു പ്രതീക്ഷ ഈ മണ്ഡലത്തിന് വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ 2026 CPIയുടെ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് P വസന്തം ആണ് മത്സരിക്കുന്നത്. KM അഭിജിത്ത്, കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള KM അഭിജിത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നാദാപുരത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വോട്ട് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിൻ്റെ വോട്ടിന് കുറവ് വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് KM അഭിജിത്തിനെ രംഗത്തിറക്കിക്കൊണ്ട്, യുവ നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് നാദാപുരം മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ എന്നാണ് UDF ശ്രമിക്കുന്നത്. പക്ഷേ പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അടിത്തറയുള്ള ഒരു പ്രദേശം എന്ന രൂപത്തിൽ നാദാപുരത്ത് P വസന്തൻ തന്നെ ജയിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. നാദാപുരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഏറ്റവും ടൈറ്റ് ഫൈറ്റുള്ള ഒരു മണ്ഡലമായി കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലമായിട്ട് നാദാപുരത്തിനെ കാണേണ്ടി വരും. മറ്റൊരു മണ്ഡലം കൊയിലാണ്ടിയാണ്. 1957 രൂപീകരിച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള PSPയും അതുപോലെ തന്നെ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയൊക്കെ ജയിച്ച മണ്ഡലമാണ്. പിന്നീട് കോൺഗ്രസിന് മണ്ഡലമായി മാറുന്നു. MT പത്മ, P ശങ്കരൻ എന്നിവരൊക്കെ ജയിച്ചിട്ടുണ്ട്. CPMനും ചില ഘട്ടങ്ങളിൽ വിജയം ലഭിച്ചിട്ടുള്ള കൊയിലാണ്ടി മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. P വിശ്വൻ വിജയിച്ചിട്ടുണ്ട്, K ദാസൻ വിജയിച്ചിട്ടുണ്ട്. 2006 മുതൽ കൊയിലാണ്ടി മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മുന്നണികൾക്ക് ലഭിച്ച വോട്ടുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2006 മുതൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ ഗ്രാജുവലായിട്ട് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന മണ്ഡലമായി മാറുകയാണ്. അതിനു മുമ്പൊക്കെ ഒരു കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള മണ്ഡലമായിരുന്നു കൊയിലാണ്ടിയെങ്കിൽ 2006 മുതലാണ് നമുക്കത് ഇടതുപക്ഷത്തിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്ന മണ്ഡലമായി കാണാൻ കഴിയുന്നത്. 2021 CPMലെ അന്തരിച്ചുപോയ കാനത്തിൽ ജമീലിയാണ് അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. 75,628 വോട്ട് കാനത്തിൽ ജമീലക്ക് കിട്ടുന്നു. എതിർ സ്ഥാനാർത്ഥി N സുബ്രഹ്മണ്യനായിരുന്നു. സുബ്രഹ്മണ്യന് 67,156 വോട്ടാണ് കിട്ടുന്നത്. ഏതാണ്ട് 7,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തിന് കാനത്തിൽ ജമീല കൊയിലാണ്ടി വിജയിക്കുകയാണുള്ളത്. ഈ 2026 ഇലക്ഷനിൽ നേരത്തെ കൊയിലാണ്ടിയിൽ വിജയിച്ച K ദാസിനെയാണ് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ജില്ലയിലെ അമരക്കാരനായ പ്രവീൺ കുമാറിനെയാണ് കൊയിലാണ്ടിയിൽ UDF രംഗത്തിറക്കിയിരിക്കുന്നത്. ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലമായിരിക്കും കൊയിലാണ്ടി. കാരണം രണ്ടുപേരും മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള ശക്തരായുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ്. K ദാസനുള്ള ഒരു എഡ്ജ് എന്ന് പറയുന്നത്, അപ്പുറം എഡ്ജ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കൊയിലാണ്ടി മണ്ഡലം 2006 മുതൽ ലെഫ്റ്റിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു മണ്ഡലമായി മാറുന്നു എന്നുള്ള ഒരു അഡ്ജുണ്ട്. അതോടൊപ്പം K ദാസൻ നേരത്തെ അവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. ഈ ഒരു അപ്പർ ഹാൻഡ് ഉള്ളതുകൊണ്ട് ഇക്കുറിയും 2026 കൊയിലാണ്ടി ഇടതുപക്ഷം വിജയിക്കുന്ന മണ്ഡലമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ മുന്നണി ഉള്ളത്. നേരെ മറിച്ച് പ്രവീൺ കുമാറിലേക്ക് കൂടി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് കൊയിലാണ്ടി തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് കോൺഗ്രസും ആഗ്രഹിക്കുന്നു. മറ്റൊരു മണ്ഡലം പേരാമ്പ്രയാണ്. പേരാമ്പ്ര 1957 രൂപീകരിച്ച മണ്ഡലമാണ്. 1957 മുതൽ ഇടക്കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വിജയിച്ചിട്ടുണ്ടെങ്കിലും KG അടിയോടി, KC ജോസഫ്, കേരള കോൺഗ്രസിൻ്റെ KC ജോസഫ്, KG അടിയോടി ഇവരൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഭിമുഖ്യമുള്ള അടിത്തറയുള്ള ഒരു പ്രദേശമാണ് പേരാമ്പ്ര. അവിടുന്ന് VV ദക്ഷിണാമൂർത്തി, കേരളത്തിലെ അതുപോലെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവായ VV ദക്ഷിണാമൂർത്തി, AK പത്മനാഭൻ, NK രാധ ഇവരൊക്കെ അവിടുന്ന് K കുഞ്ഞമ്മദ് ഇവരൊക്കെ ജയിച്ച് വന്നതാണ്. TP രാമകൃഷ്ണനും അവിടുന്ന് ജനപ്രതിയായിട്ടുണ്ട്. TP രാമകൃഷ്ണനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് ജയിച്ചു വന്നത്.
CH ഇബ്രാഹിം കുട്ടിയെ 22,000 വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ പരാജയപ്പെടുത്തിയത്. പേരാമ്പ്ര എന്ന് പറയുന്നത് ഒരു 20,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷം ലെഫ്റ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ലെഫ്റ്റിൻ്റെ വോട്ട് പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 52% കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചത്. കോൺഗ്രസ് ആണെങ്കിൽ 38% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ 52% കിട്ടിയ ലെഫ്റ്റും 38% മാത്രം വോട്ട് ലഭിച്ച UDFും തമ്മിലാണ് മത്സരം. ആ മത്സരം ഈക്കുറി അവിടെ 2026 TP രാമകൃഷ്ണൻ തന്നെയാണ് ലെഫ്റ്റിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഫാത്തിമ തഹലിയെ രംഗത്തിറക്കിയാണ്. ചെറുപ്പക്കാരിയായ സ്ഥാനാർത്ഥിയാണ്. യുവ നേതാവ് എന്ന രൂപത്തിലുള്ള ഒരു ഓളങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് UDF രംഗത്തിറക്കിയത്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉള്ള തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ വലിയ ഒരു അടിയൊഴുക്ക് ലെഫ്റ്റിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പല പഞ്ചായത്തുകളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ അനുകൂല സാഹചര്യത്തെ എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റിക്കൊണ്ട് UDFിന് അനുകൂലമാക്കി മാറ്റാമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് UDF അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി പേരാമ്പ്ര എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള TP രാമകൃഷ്ണൻ പ്രത്യേകിച്ചും സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ബാലുശ്ശേരി മണ്ഡലം 1957 രൂപീകരിച്ചത്. 1957 മുതൽ അതിൽ പല സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കളും PSPയുടെ M നാരായണക്കുറുപ്പ്, അതുപോലെ തന്നെ KK അപ്പു, PK ശങ്കരൻകുട്ടി ജനതാ പാർട്ടി, ഇവരൊക്കെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാരായിരുന്നു. അവരൊക്കെ വിജയിച്ച മണ്ഡലമാണ്. അതിൽ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് ജയിച്ചു വന്നത് AC ഷൺമുഖദാസാണ്. ഷൺമുഖദാസ് ആദ്യം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടും പിന്നീട് കോൺഗ്രസിൽ നിന്ന് പടർന്നുകൊണ്ട് കോൺഗ്രസ് യുടെയും അതുപോലെ തന്നെ കോൺഗ്രസ് എസിൻ്റെ നേതാവായിട്ടും പിന്നീട് NCPയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് AC ഷൺമുഖദാസ് അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2011 മുതൽ 2008 ഡീലിമിറ്റേഷന് ശേഷം 2011 മുതൽ അത് പട്ടികജാതി സംവരണ മണ്ഡലമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. പട്ടികജാതി സംവരണ മണ്ഡലമാക്കിയ ശേഷം ഡീലിമിറ്റേഷന് ശേഷം ഉണ്ടായ പ്രദേശങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. 2011 16 CPMൻ്റെ ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റ് പുരുഷൻ കടലുണ്ടിയാണ് അവിടുന്ന് വിജയിച്ചത്. 2021 സച്ചിൻ ദേവ് അവിടുന്ന് വിജയിക്കുകയാണ്. 20,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സച്ചിൻ ദേവ് അവിടുന്ന് വിജയിക്കുന്നത്. അവിടെയും നമ്മൾ കാണുന്നത് LDFിൻ്റെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 51% വരുന്നുണ്ട്. ഈ 51% വോട്ട് LDFിന് കിട്ടുമ്പോൾ UDFിന് കിട്ടുന്നത് കേവലം 39% മാത്രമാണ്. അതായത് ഒരു 11% വരുന്ന വോട്ട് ഡിഫറൻസ് ഉള്ളൊരു മണ്ഡലമാണ് ബാലുശ്ശേരി. അതുകൊണ്ട് ആ ഒരു വോട്ട് പെർസെൻറ്റ് ഡിഫറൻസിന് മറികടന്നുകൊണ്ടൊരു UDFിന് വിജയം സാധിക്കും എന്നുള്ള വിശ്വാസം UDFിന് വളരെ കുറവാണ്. എങ്കിലും പുതിയൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത് VT സൂരജാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അവിടെ സച്ചിൻ ദേവ് തന്നെയാണ് CPMൻ്റെ ലെഫ്റ്റിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തുള്ളത്. ജനപ്രതി എന്ന രൂപത്തിൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി എന്ന രൂപത്തിൽ യുവനേതാവ് എന്ന രൂപത്തിൽ സച്ചിൻ ദേവിന് അല്പം എഡ്ജുണ്ട്. മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം വെച്ചുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ LDF പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം ഷുവറായിട്ട് ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന മണ്ഡലമാണ് ബാലുശ്ശേരി. മറ്റൊന്ന് ഏലത്തൂരാണ്. 2011 ശേഷമാണ് ഏലത്തൂർ രൂപീകരിക്കപ്പെടുന്നത്. അതായത് കോർപ്പറേഷൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏലത്തൂർ. 2011 മുതൽ ഈ ഏലത്തൂർ മണ്ഡലത്തിൽ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ലെഫ്റ്റ് വിജയിക്കുന്ന മണ്ഡലമാണ്. ലെഫ്റ്റിന് നല്ല മേൽക്കൈയുള്ള ഒരു മണ്ഡലം എന്ന രൂപത്തിൽ NCP ആണ് അവിടുത്തെ ലെഫ്റ്റിൻ്റെ ഘടകകക്ഷി. NCP ആണ് അവിടെ 2011 മുതൽ മത്സരിക്കുന്നത്. AK ശശീന്ദ്രനാണ് അവിടെ ജയിച്ചു വരുന്നത്. അത് തന്നെ AK ശശീന്ദ്രൻ തന്നെ 2026 അവിടെ മത്സരിക്കുന്നു. വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പുതുമുഖത്തെയാണ് UDF അവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറിയൊക്കെ അവിടെ മത്സരിക്കാൻ തന്നെ സ്ഥാനാർത്ഥിയെ UDFിൻ്റെ സ്ഥാനാർത്ഥികൾ അത്രമാത്രം മണ്ഡലത്തിൽ പരിചയമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരുന്നു. ഈ കുറി വിദ്യാ ബാലകൃഷ്ണനിലെ കൂടി ആ ഒരു പോരാട്ടം കടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് UDF ശ്രമിക്കുന്നത്. പക്ഷേ ഏലത്തൂർ എന്ന മണ്ഡലം കോഴിക്കോട് ജില്ലയിലെ ശക്തമായിട്ട് ലെഫ്റ്റിന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് നമുക്ക് രാഷ്ട്രീയമായിട്ട് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കോഴിക്കോട് നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏലത്തൂരും കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗം തന്നെയാണ്. മറ്റൊരു മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. 2011 കോഴിക്കോട് നോർത്ത് രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് കോഴിക്കോട് 1 എന്നുള്ള മണ്ഡലമാണ് ഈ മണ്ഡലത്തെ അറിയപ്പെടുന്നത്. കോഴിക്കോട് 1 ആയാലും കോഴിക്കോട് നോർത്ത് ആയാലും നഗരപ്രദേശത്തുള്ള മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും രണ്ട് മുന്നണിക്കും നല്ല വോട്ട് അടിത്തറയുള്ള മണ്ഡലമാണ്.
വ്യക്തികൾക്ക് കുറേയും കൂടി സ്വാധീനമുള്ള വ്യക്തികളെ വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ടാണ് 2011 ശേഷം നമുക്കറിയാം 2011-ലും 2016-ലും പ്രദീപ് കുമാർ ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന CPM-ന്റെ നേതാവ് പ്രദീപ് കുമാർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു. 2021-ൽ ഈ പ്രദീപ് കുമാർ മണ്ഡലത്തിൽ ഇടപെട്ട രീതിയിൽ നിന്ന് അതിൻ്റെ അപ്പർ ഹാൻഡ് ഇടതുപക്ഷത്തിന് കിട്ടുകയും 2021-ൽ തോട്ടത്തിൽ രവീന്ദ്രൻ CPM നേതാവ് തോട്ടത്തിൽ രവീന്ദ്രൻ നേരത്തെ കോർപ്പറേഷൻ മേയർ കൂടിയായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ മത്സരിച്ചപ്പോൾ അപ്പർ ഹാൻഡ് നിലനിർത്തുകയും KM അഭിജിത്തിനെ ഇക്കുറി നാദാപുരത്ത് മത്സരിച്ച് നിൽക്കുന്ന KM അഭിജിത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2021-ൽ കോഴിക്കോട് മത്സരിച്ചത്. അദ്ദേഹത്തെ ഏതാണ്ട് 30,000 വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം ജയിച്ച ഒരു മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നോർത്ത് ഒരു നഗരപ്രദേശമാണ്. ശക്തമായ രൂപത്തിൽ വോട്ടർമാരെ വിലയിരുത്തുവാനുള്ള പ്രായോഗിക വിഷമങ്ങളുണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള പ്രദേശം എന്ന രൂപത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെയാണ് ഇക്കുറിയും CPM സ്ഥാനാർത്ഥിയെ രംഗത്തിരിക്കുന്നത്. ജയന്ത് അതുപോലെ നഗരത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്നെയായ കോർപ്പറേഷനൊക്കെ ഉള്ള ജയന്താണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. നല്ല ടൈറ്റ് മത്സരമായിരിക്കും. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് കോഴിക്കോട് നോർത്തിൽ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവം, ഇടതുപക്ഷത്തിനുള്ള ആഭിമുഖ്യം, 30,000-ഓളം വരുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിൻ്റെ ഭൂരിപക്ഷം, ഇതെല്ലാം ഇടതുപക്ഷത്തിന് കോഴിക്കോട് നോർത്ത് നിലനിർത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ്. ജയന്തിൽ കൂടി കോഴിക്കോട് നോർത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് UDFന് അനുകൂലമാക്കി മാറ്റാൻ പറ്റുമോ എന്നാണുള്ള ശ്രമമാണ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് സൗത്ത് ഇതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയകളാണ് അതിനകത്ത് വരുന്നത്. കോഴിക്കോട് സൗത്ത് 2011-ലാണ് മണ്ഡലം കോഴിക്കോട് സൗത്ത് എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. കോഴിക്കോട് സൗത്ത് ഒരുപക്ഷെ മുസ്ലിം ലീഗിന് ഏറ്റവും പ്രാധാന്യമുള്ള ആഭിമുഖ്യമുള്ള ഒരു പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ PM അബൂബക്കറും MK മുനീറും ഒക്കെ അവിടെ നിന്ന് ജയിച്ചു വന്നവരാണ്. കോഴിക്കോട് 2 എന്നായിരുന്നു അതിൻ്റെ ആദ്യകാലത്ത് അതിൻ്റെ പേര്. 2021-ൽ ആണ് ഇടതുമുന്നണി അവിടെ ഒരു അട്ടിമറി വിജയം നടന്നത്. 2021-ൽ ഇടതുമുന്നണിയുടെ അഹമ്മദ് ദേവർകോവിൽ, INL-ൻ്റെ നേതാവായുള്ള അഹമ്മദ് ദേവർകോവിൽ നുർബിന റഷീദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 12,000-ഓളം വരുന്ന വോട്ടിന് 12,459 വോട്ടിന് പരാജയപ്പെടുത്തിയിട്ട് ദേവർകോവിൽ MLA ആവുകയാണ്. 2026-ലെ ഇലക്ഷനിലും UDF വളരെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. പക്ഷേ 2026-ലെ ഇലക്ഷനിൽ അഹമ്മദ് ദേവർകോവിലിനെ തന്നെ വീണ്ടും രംഗത്തിറക്കിക്കൊണ്ട് മണ്ഡലം നിലനിർത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളത്. അവിടെ VK ഫൈസൽ ബാബു ചെറുപ്പക്കാരനായ നേതാവാണ്. VK ഫൈസൽ ബാബുവാണ് ലീഗിന് വേണ്ടി പുതുതായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലമാണ്. മത്സരം പ്രവചനാതീതമാണ്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂരാണ്. ബേപ്പൂർ 1965-ലെ തെരഞ്ഞെടുപ്പിലാണ് ബേപ്പൂർ മണ്ഡലം ഉണ്ടാകുന്നത്. 1967-ലാണ് ആദ്യമായിട്ട് ജനപ്രതിനിധി ഉണ്ടാകുന്നത്. ബേപ്പൂർ മണ്ഡലത്തിൽ 1977 NP മൊയ്തീൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചൊഴിച്ചാൽ മറ്റൊരു കാലഘട്ടത്തിലും 1967-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ UDFന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ലീഗിന് അനുകൂലമായ വിധി എഴുതാത്ത മണ്ഡലമാണ്. അതുകൊണ്ട് ബേപ്പൂർ എന്ന് പറയുന്നത് വളരെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അടിത്തറയുള്ള ഒരു മണ്ഡലമായ ബേപ്പൂർ LDF വിജയിക്കുന്നൊരു മണ്ഡലമായിട്ടാണ് പൊതുവെ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഉള്ള ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ബേപ്പൂരിൽ ഒരു വിജയം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ 1991-ൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കോലീബി കോൺഗ്രസ് ലീഗ് BJP ബന്ധം 1991-ൽ ഫോം ചെയ്യുന്നത്. അതായത് RSSകാരനായ K മാധവൻകുട്ടിയെ സ്വതന്ത്രനായി മത്സരരംഗത്ത് കൊണ്ടുവരികയും അവർക്ക് ലീഗും കോൺഗ്രസും പിന്തുണ കൊടുക്കുകയും ചെയ്തുകൊണ്ട് TK ഹംസയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. അന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു. കാരണം ലീഗിൻ്റെയും BJPയുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കണക്കുകൾ പ്രകാരം UDF അവിടെ വിജയിക്കുമെന്ന് ഉള്ള കാര്യം. പക്ഷേ രാഷ്ട്രീയപരമായി അത് പരാജയമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക. TK ഹംസ അവിടെ വിജയിക്കുക ചെയ്തത്. അതുകൊണ്ട് കേരളത്തിലൊരു പരീക്ഷണം, ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് തുടക്കം കുറിച്ച ഒരു മണ്ഡലമായിരുന്നു ബേപ്പൂർ കൊലീബി സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ വിലയിരുത്തലാണ് പൊതുവെ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിലുള്ളത്. CPM-ലേക്ക് ചാത്തുണ്ണി, TK ഹംസ, VKC മുഹമ്മദ് കോയ, എളമരം കരീം ഇവരൊക്കെ ബേപ്പൂരിൽ നിന്നും ജയിച്ചു വന്നതാണ്. 2021-ൽ മുഹമ്മദ് റിയാസാണ് അവിടുത്തെ ജനപ്രതിനിധി. UDFിലെ PM നിയാസിനെ
ഏതാണ്ട് 28,000 വരുന്ന ഭൂരിപക്ഷ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുത്തുന്നത്. 2014 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതാണ്ട് 10-17% വോട്ട് വ്യത്യാസം LDFന് UDFനേക്കാളും ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ LDFന് വളരെ നല്ല മേൽക്കൈ ഉള്ള മണ്ഡലമാണ്. ഇക്കുറിയുള്ള തെരഞ്ഞെടുപ്പിൽ ഈ നേരത്തെ 91 ഉണ്ടായ ഒരു പരീക്ഷണം പോലെ മറ്റൊരു പരീക്ഷണത്തിനാണ് UDF തയ്യാറായിരിക്കുന്നത്. ഏത് പാർട്ടിയാണെന്നും പോലും വ്യക്തമായിട്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു നേതാവ്, അതായത് നേരത്തെ ലെഫ്റ്റിൻ്റെ ഭാഗമായി സ്വതന്ത്രനായിട്ട് പല മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും നിലമ്പൂരിൽ ജയിക്കുകയും ചെയ്ത PV അൻവറാണ് ഇപ്രാവശ്യം അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. PV അൻവറും നേരത്തെയുള്ള ജനപ്രതിയായ PM മുഹമ്മദ് റിയാസും തമ്മിൽ മത്സരമാണ്. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ വളരെ ജനപ്രിയനായിട്ടുള്ള മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ചുമതലയുണ്ടായിരുന്ന മന്ത്രി എന്ന നിലയിൽ നല്ല സ്വാധീനമുള്ള ഒരു നേതാവാണ്. PM മുഹമ്മദ് റിയാസിന് അവിടെ വിജയിച്ചു വരുമെന്നുള്ളതാണ് ബേപ്പൂരിലെ രാഷ്ട്രീയ ചിത്രം നമുക്ക് തരുന്നത്. PV അൻവർ സ്വാഭാവികമായിട്ടും കുറേ വാർത്താ പ്രാധാന്യങ്ങൾ ഉണ്ടാക്കും എന്നല്ലാതെ അതിനൊരു വേറെ കോലീബി സഖ്യത്തിന് പോലും വിജയിക്കാൻ സാധിക്കാത്ത ഒരു മണ്ഡലത്തിൽ മറ്റൊരു അത്ഭുതം അവിടെ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുന്നമംഗലം എന്ന് പറയുന്ന 1957 രൂപീകരിച്ച മണ്ഡലമാണ്. കോൺഗ്രസിൻ്റെ ലീല ദാമോദര മേനോൻ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ് പല ഘട്ടങ്ങളിലും ജയിച്ചത്. CP ബാലൻ വൈദ്യർ CPMൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. കുന്നമംഗലത്ത് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് PT റഹീമാണ് അവിടെ ജയിക്കുന്നത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 43.93% വോട്ട് ലഭിച്ചുകൊണ്ടാണ് PT റഹീം UDFലെ ദിനേശ് പെരുമനിയെ പരാജയപ്പെടുത്തുന്നത്. PT റഹീം തന്നെയാണ് ഈ 2026 തെരഞ്ഞെടുപ്പിലും LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരുന്നത്. MA റസാഖ് മാസ്റ്റർ, IMLൻ്റെ റസാഖ് മാസ്റ്ററാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. മത്സരം PT റഹീമിന് മണ്ഡലത്തിൽ കൂടുതൽ സ്വാധീനമുണ്ട്. ജനപ്രതിനിധി എന്ന രൂപത്തിൽ, കഴിഞ്ഞ കാലത്തെ ജനപ്രതിനിധി എന്ന രൂപത്തിൽ മണ്ഡലത്തിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജയിച്ചു വരാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ്. UDF പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായിട്ടുള്ള, അവരുടെ പരിഗണനയിലുള്ള മണ്ഡലമായിട്ടാണ് കുന്നമംഗലത്തെ കാണുന്നത്. കൊടുവള്ളി 1957 രൂപീകരിച്ച മണ്ഡലമാണ്. 1957 രൂപീകരിച്ച മണ്ഡലത്തിൽ മിക്ക തെരഞ്ഞെടുപ്പുകളിലും അവിടെ നിന്ന് ജയിച്ചു വന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു കോൺഗ്രസ് പാർട്ടി ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അഹമ്മദ് വിജയിച്ചിട്ടുണ്ട്, PV മുഹമ്മദ് വിജയിച്ചിട്ടുണ്ട്, PM അബൂബക്കർ വിജയിച്ചിട്ടുണ്ട്, C മോയിൻകുട്ടി വിജയിച്ചിട്ടുണ്ട്, C മമ്മൂട്ടി വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുനീർ വിജയിച്ചിട്ടുള്ള കൊടുവള്ളി. ഈ കൊടുവള്ളിയിൽ 2016 ലീഗിൻ്റെ വിമത സ്ഥാനാർത്ഥിയായ കാരാട്ട് റസാഖ് മത്സരിച്ചപ്പോഴാണ് ഇടതുപക്ഷത്തിന് 2016 ഒരു വിജയം ഉണ്ടാകുന്നത്. 2021 മുസ്ലിം ലീഗിൻ്റെ MK മുനീർ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗിന് UDFന് ലഭിച്ച ഒരു മണ്ഡലമാണ് കൊടുവള്ളി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇക്കുറി അവിടെ മുനീർ മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് മത്സരരംഗത്തില്ല. 2026 ഇലക്ഷനിൽ PK ഫിറോസാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിട്ടുള്ളത്. സലീം മടവൂർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിക്കൊണ്ട് LDF നേരത്തെ 2016 കാണിച്ച ഒരു പരീക്ഷണം അവിടെ വിജയിക്കുമോ എന്ന് പരിശോധിക്കുകയാണ്. മുസ്ലിം ലീഗിന്, ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല മേധാവിത്വമുള്ള ഒരു മണ്ഡലമായ കൊടുവള്ളിയിൽ ഈ സ്വതന്ത്രൻ എത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കും, സലീം മടവൂർ സ്വതന്ത്രൻ, ഇടതുപക്ഷ സ്വതന്ത്രൻ എത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. ഏതായാലും മുസ്ലിം ലീഗിൻ്റെ ഒരു പൂർണ്ണ സ്വാധീനമുള്ള മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് വിജയിക്കുമെന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുള്ള ഒരു മണ്ഡലമാണ് കൊടുവള്ളി. അടുത്ത മണ്ഡലം തിരുവമ്പാടിയാണ്. തിരുവമ്പാടി എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ ആഭിമുഖ്യമുള്ളൊരു മണ്ഡലമാണ്. കോൺഗ്രസിലെ സിറിയക്ക് ജോണും PP ജോർജും മുസ്ലിം ലീഗിലെ AV അബ്ദുറഹ്മാൻ ഹാജിയും ഒക്കെ ജയിച്ച മണ്ഡലം. C മോയിൻകുട്ടി അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ 2006 ആദ്യമായിട്ട് തിരുവമ്പാടിയിൽ ഒരു രാഷ്ട്രീയ വിജയം ഇടതുപക്ഷത്തിന് കിട്ടാവുന്നത് മത്തായി ചാക്കോയിൽ കൂടി. 2006 മത്തായി ചാക്കോ വിജയിച്ചെങ്കിലും അദ്ദേഹത്തിന് നിയമസഭയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. രോഗബാധിതനായതിനു ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ദിവസം പോലും നിയമസഭയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് 2006 തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPMൽ ജോർജ് എം തോമസ് വിജയിക്കുന്നത്. ജോർജ് എം തോമസ് വിജയിച്ചതിന് ശേഷം പിന്നീട് വരുന്നത് നമ്മുടെ 2021 ലിൻഡോ ജോസഫ് അവിടെ നിന്ന് വിജയിക്കുകയാണ്. 7700 വോട്ടിനാണ് ലിൻഡോ ജോസഫ് CP ചെറിയ മുഹമ്മദ്, IUMLൻ്റെ ലീഗിൻ്റെ ചെറിയ മുഹമ്മദിനെ പരാജയപ്പെടുത്തുന്നത്. ലിൻഡോ ജോസഫ് തന്നെയാണ്
ഈ 2026 ഇലക്ഷനിലും അവിടെ മത്സര രംഗത്തുള്ളത്. ലിൻഡോ ജോസഫ് മണ്ഡലത്തിൽ വളരെ സ്വീകാര്യനായ ജനപ്രതിനിധിയാണ്. കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും സ്വീകാര്യനായ ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമുള്ള ഒരു നേതാവാണ് ലിൻഡോ ജോസഫ്. അത് ഒക്കെ വോട്ടാക്കി മാറ്റിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച 4600ഓളം വോട്ടിന് ജയിച്ച ലിൻഡോ ജോസഫ് ഇക്കുറിയും മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ ഇലക്ഷനിൽ CK കാസിമാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ CK കാസിമാണ് UDFന് വേണ്ടി രംഗത്ത് വരുന്നത്. ഇതാണ് ലിൻഡോ ജോസഫിൻ്റെ ജനപ്രതിനിധി എന്ന രൂപത്തിൽ ലിൻഡോ ജോസഫിൻ്റെ സ്വാധീനം, ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തിരുവമ്പാടിയിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉള്ള ഒരു മണ്ഡലമാണ് എന്നാണ് പറയാൻ പറ്റുക. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഈ 13 മണ്ഡലങ്ങളിൽ നമുക്കറിയാം LDFന് 11 മണ്ഡലവും UDFന് 2 മണ്ഡലമാണ് ഉള്ളത്. അതിൽ എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഈ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ പ്രചരണത്തെ ഇനിയുള്ള ദിവസങ്ങളിൽ അടിസ്ഥാനമാക്കിയായിരിക്കും എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്.